ചേട്ടാ, തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉൾപ്പെടെ അദാനിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നാം കണ്ടിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ലോക്സഭയിലും വലിയ രൂക്ഷ വിമർശനമാണ് അദാനിക്കെതിരെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഒരു തർക്കം രൂപപ്പെട്ടിട്ടുണ്ടോ? ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഒരു തർക്കം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. കാരണം പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ അദാനിക്കെതിരെ, അതായത് വലിയൊരു വാർത്ത ഈ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് പുറത്തു വന്നിരുന്നു. അതായത് അദാനി ഈ സൗരോർജ കരാറുകൾ നേടിയെടുക്കാൻ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ഏതാണ്ട് 100-ൽ പരം ബില്യൺ ഡോളർ ഇടപാട് നടന്നു എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് അറ്റോർണി അങ്ങനെ ഒരു കേസ് എടുക്കുകയും അതിന് പിന്നാലെ വലിയ വാർത്തയാകുകയും ചെയ്തു. ഇതോടെയാണ് ഈ പാർലമെന്റ് സെഷനിൽ അപ്പോൾ പുറത്ത് വലിയ തോതിൽ അദാനിയെ മോഡിയുടെ ഏറ്റവും അടുത്ത ബിസിനസ് ഗ്രൂപ്പ് എന്ന നിലയിൽ നരേന്ദ്രമോദിയും അല്ലെങ്കിൽ മോദി സർക്കാരും ഈ അദാനിയെ വഴിവിട്ട് സഹായിക്കുന്നു എന്നുള്ള നിലയിലാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ എല്ലാ തവണയും പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തവണയും വലിയ തോതിലുള്ള ആരോപണം വരുന്നു. ഇത് പാർലമെന്റിൽ തുടർച്ചയായി കോൺഗ്രസ് ഉന്നയിക്കുകയും പാർലമെന്റ് തുടക്കം മുതൽ തന്നെ തടസ്സപ്പെടുത്തുകയും അത് പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. നിരവധി ദിവസങ്ങൾ, അതായത് പാർലമെന്റ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു വിഷയം ഇങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഭരണഘടനയുടെ ഈ വാർഷിക ആഘോഷങ്ങൾ പാർലമെന്റിൽ വരുന്നത്. അപ്പോൾ ഭരണഘടന ചർച്ച ചെയ്യണമെന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്നാൽ സർക്കാർ ഈ ഭരണഘടന ചർച്ച ചെയ്യാം എന്ന ആവശ്യം അംഗീകരിക്കുന്നതിനൊപ്പം തന്നെ അദാനി വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് പോവുകയും ചെയ്തു. ഇതോടെ പാർലമെന്റിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പോൾ ഭരണപരമായ ഒരു കാര്യങ്ങളിലും അഭിപ്രായം തേടാനോ അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങൾ ഉന്നയിക്കാനോ MP-മാർക്ക് അവസരമില്ലാതെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെ മാറിയ പശ്ചാത്തലത്തിലാണ് തൃണമൂൽ കോൺഗ്രസ്, ബംഗാളിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുന്ന ഘടകകക്ഷിയായ മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് പരസ്യമായ ഒരു വിമർശനം തന്നെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഉന്നയിച്ചു. അതായത് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ സംഭാൽ വിഷയമടക്കം ബംഗ്ലാദേശിലെ ഹിന്ദു നേതാക്കൾക്കെതിരായ ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനാവില്ല. ചുഴലിക്കാറ്റിൻ്റെ ആഘാതത്തെപ്പറ്റി, അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളെപ്പറ്റി, അതിനുള്ള നഷ്ടപരിഹാരത്തെപ്പറ്റി കൃത്യമായി പാർലമെന്റിൽ ചർച്ച ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാവില്ല എന്നൊരു ആവശ്യം തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഉന്നയിച്ചു കഴിഞ്ഞു. അതോടുകൂടെ തന്നെ ഇന്ത്യ മുന്നണിയിൽ വലിയ ഒരു ചേരിതിരിവ് രൂപപ്പെട്ടിട്ടുണ്ട്. കൃത്യമായും BJP എന്ന് പറയുന്ന കൃത്യമായി അവർ ഭരണത്തിലേറാൻ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ വിജയം കൂടിയായി അതിനെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇന്ത്യ മുന്നണി BJPക്ക് നൽകിയിരുന്നു. അതായത് കുറേ മണ്ഡലങ്ങളിലൊക്കെ തന്നെ BJP വലിയ മത്സരം നേരിടേണ്ടി വന്നു. BJPയുടെ സ്വന്തം തട്ടകമായ UP-യിൽ അവർക്ക് തിരിച്ചടി ഏൽക്കേണ്ടി വന്നു. അതുവഴി കേവല ഭൂരിപക്ഷം, BJP എന്ന് പറയുന്ന പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും NDA എന്ന് പറയുന്ന മുന്നണിക്ക് പ്രസക്തി കൂടുകയും മുന്നണിയുടെ നേതാക്കളെ സംഘടിപ്പിച്ച് അവരുടെ MP-മാരെ സ്വരുക്കൂട്ടി അവർക്ക് ഭരണത്തിലേറേണ്ട ഒരവസ്ഥയൊക്കെ അതുവഴി ഉണ്ടാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ഇന്ത്യ മുന്നണിയുടെ ആ കെട്ടുറപ്പിനെ ഇല്ലാതാക്കാൻ BJP പലതവണ പല രീതിയിൽ അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെരുക്കുകയും അല്ലെങ്കിൽ നീട്ടിയും കുറുക്കിയും രാഷ്ട്രീയത്തിൻ്റെ പല കാര്യങ്ങൾ എടുത്തുന്നയിച്ചും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ പാർലമെന്റിലേക്ക് വന്നപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് അദാനിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പുകൾ നാം നോക്കുകയാണെങ്കിൽ വലിയ പരാജയമായിരുന്നല്ലോ. അത് ഇപ്പോൾ ഹരിയാന ആയാലും മഹാരാഷ്ട്ര ആയാലും വലിയ തിരിച്ചടി കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനിടയിൽ തന്നെ ചില ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉത്തർപ്രദേശിലായാലും രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും അവിടെയെല്ലാം ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ എന്തായാലും ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഈ പാർട്ടികൾക്ക് ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത വരുമോ, ഇനി ഇങ്ങനെ ഒരു മുന്നണിയുമായി മുന്നോട്ട് പോയാൽ
തങ്ങൾക്ക് ഗുണമില്ലെന്ന ചിന്ത വരാൻ സാധ്യത ഉണ്ടോ? കാരണം നമ്മൾ പറഞ്ഞു പോകുന്ന രാഷ്ട്രീയം അദാനിയുമായി ബന്ധപ്പെടുത്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ആരോപണം അവിടെ വരികയും പിന്നെ ഈ മുന്നണിയിലെ കക്ഷികളൊക്കെ തന്നെ അതിനെ ആദ്യഘട്ടത്തിൽ പിന്തുണച്ചെങ്കിലും പിന്നീട് ഈ പാർലമെന്റിലൊന്നും ഉന്നയിക്കപ്പെടാതെ വന്നതോടെ ഇവര് അതിൽ നിന്ന് വിഡ്രോ ചെയ്യണം, അതായത് അതിൽ നിന്ന് പിന്മാറണം എന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ ചോദിച്ചത് വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ, വിവിധ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകൾ എന്തുകൊണ്ടാണ് പിന്നെ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടതെന്നും അല്ലെങ്കിൽ മറ്റ് കക്ഷികളെ ഇത് പുനരാലോചന നടത്താൻ പര്യാപ്തമാക്കുന്നതല്ലേ എന്നും ഉള്ള ഒരു ചോദ്യം അവരിൽ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിന് കക്ഷികൾ പറയുന്നത്, ഇപ്പോൾ CPI അടക്കമുള്ള കക്ഷികൾ, CPI വളരെ ചെറിയൊരു കക്ഷിയാണ്, ദേശീയ തലത്തിൽ വളരെ ചെറിയൊരു കക്ഷിയാണ്, കേരളത്തിൽ വലിയ ഒരു ഭരണത്തിൽ പങ്കാളിത്തമുള്ള കക്ഷിയാണെങ്കിൽ കൂടി CPI അടക്കമുള്ള ചെറിയ കക്ഷികൾ പറയുന്നത് കോൺഗ്രസ് അവരെ കൂട്ടാതെ, അതായത് കോൺഗ്രസിന് മാത്രമായി അവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. മറ്റു പാർട്ടികൾക്ക് കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് അയവ് കാണിക്കുന്നില്ല, മറ്റു പാർട്ടികൾക്ക് സീറ്റ് കൊടുക്കുന്നില്ല. ഒരു മുന്നണിയുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റ് പാർട്ടികൾക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ്, ആം ആദ്മിയുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചെങ്കിലും 2 പേർക്കും ഒരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവിടെ രണ്ടായിട്ടാണ് കോൺഗ്രസും ആം ആദ്മിയും വെവ്വേറെ ചില സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. ചിലയിടത്ത് സൗഹൃദ മത്സരമായിരുന്നു, ചിലയിടത്ത് അവർ ഒരുമിച്ച് നിന്ന് മത്സരിച്ചു. പക്ഷെ എന്നിരുന്നാൽ കൂടി ഹരിയാനയും അവരെ കൈവിട്ടു. അതേസമയം നമ്മൾ ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ പിന്നെ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ പ്രചാരണ പ്രവർത്തനങ്ങൾ. അതേസമയം തന്നെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ UP അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം കൂടിയായിരുന്നു. അപ്പോൾ ഈ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പിന്നെ UP ചില മണ്ഡലങ്ങളിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പും എല്ലാം കൂടെ ഒറ്റ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നടന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലും കേരളത്തിലുമായി നേതാക്കൾ വിന്യസിക്കപ്പെടുകയും, അതായത് കോൺഗ്രസ് നേതാക്കൾ വിന്യസിക്കപ്പെടുകയും, ജാർഖണ്ഡിൽ വേണ്ടത്ര പ്രവർത്തനം പോരാ എന്ന് JMM, അവിടുത്തെ ഏറ്റവും ഇപ്പോൾ ഭരണത്തിലേറിയ കക്ഷിയായ JMM തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾക്കും ഇതേ ആക്ഷേപം നിലവിലുണ്ട്. കോൺഗ്രസ് അവിടെ പ്രചാരണം ശക്തമാക്കിയില്ല. രാഹുൽ ഗാന്ധി ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ജാർഖണ്ഡിൽ പോയത്. പിന്നീട് ജയറാം രമേശ് ഒരു തവണ പോയിരുന്നു. അപ്പോൾ കോൺഗ്രസ് ആ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടത്ര ഫോക്കസ് ചെലുത്തിയില്ല എന്ന് വലിയ ഒരു ആരോപണവും ഈ കക്ഷികൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിയാണ് നിലവിൽ ഡൽഹി ഭരിക്കുന്നത്. ഡൽഹിയിലെ ഭരണകക്ഷി എന്ന് പറയുന്നത് ആം ആദ്മിയാണ്. അവർക്കുള്ളിൽ തന്നെ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ച, കോൺഗ്രസിനെ ഒഴിവാക്കി മത്സരിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു ചർച്ച ഇപ്പോൾ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിരവധി കക്ഷികൾക്ക് പല പല പരാതികൾ ഇന്ത്യ മുന്നണിക്കിടയിലുണ്ട്. അപ്പൊ അതിനിടയിലാണ് ഈ ഒരു വിഷയമുയർത്തി, അദാനി എന്ന് പറയുന്ന ഒരു വിഷയമുയർത്തി, അദാനിയുടെ കേസുമായി ബന്ധപ്പെട്ട വിഷയമുയർത്തി ഈ മറ്റ് ഭരണ പ്രശ്നങ്ങൾ അല്ലെ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യാൻ ഒക്കുന്നില്ല എന്ന തൃണമൂലിന്റെ ഒരു വിഷയം ഉയർന്നു വരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അദാനിയെ മാത്രം കേന്ദ്രീകരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അവർ പാർലമെന്റിൽ ഉന്നയിക്കാൻ വിമുഖത പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ സാധാരണക്കാരെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയം എങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് നഷ്ടമായതെന്ന് ആ പാർട്ടി തന്നെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ സംഘടനാപരമായി വളരെ ദുർബലാവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. അതിനെ നവീകരിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യാനോ ഈ സമയം കണ്ടെത്തുന്നതിന് പകരം വലിയ കോർപ്പറേറ്റ് മുതലാളിയായ അദാനിയുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ മുന്നണിക്കുള്ളിൽ തന്നെ ഒരു വലിയ അസ്വാരസ്യം രൂപപ്പെടുന്നുണ്ട്. ഭാവിയിൽ ഈ അസ്വാരസ്യങ്ങൾ കോൺഗ്രസിനെ ഏത് നിലയ്ക്കാവും ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യപ്പെടുക എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.